പറാത്തയ്ക്ക് വേണ്ട മാവ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക്. ഞാൻ ഇവിടെ വെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഒരു 10 മിനിറ്റോളം അത് നന്നായിട്ട് കുഴച്ചു കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലാവാത്ത രീതിയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മാവ് റെഡിയായി. ഇനി ഇത് നമുക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. പറാത്തയ്ക്ക് ആവശ്യമുള്ള സ്റ്റഫിങ് റെഡിയാക്കാം. അപ്പം 100 ഗ്രാം പനീർ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആംചൂർ പൗഡർ, ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷുകളിലൊക്കെ സാധാരണ ഇത് നമ്മൾ ചേർക്കാറുണ്ട്. അത് പച്ച മാങ്ങയുടെ പൊടിയാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് വിചാരിച്ച് ആ ഒരു സാധനം ചേർത്തില്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുത്തേക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സ്റ്റഫിങ് റെഡിയാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് റെഡിയായി, പനീർ സ്റ്റഫിങ്. ഇനി നമുക്ക് പറാത്ത ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മുടെ മാവ് 20 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടി പരത്തുന്ന കല്ലിൽ കുറച്ച് ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അതിലേക്ക് വെച്ച് ഒരു ചെറിയ സൈസിൽ നമുക്ക് ആദ്യം ഇതൊന്ന് പരത്തിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു സൈസ് നമ്മൾ പരത്തിയതിന് ശേഷം അതിലേക്ക് അതേ സൈസിൽ തന്നെ പറാത്തയുടെ മിക്സ് നമ്മളെടുത്ത് നടുവിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാരിക്ക് ഞൊറിവ് എടുക്കണ പോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഞൊറിവുകൾ എടുത്ത് കൊടുക്കുക. ഞൊറിവുകൾ എടുത്ത് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കണ പോലെ കൊടുത്തുകൊണ്ടിരിക്കുക. ഏറ്റവും അറ്റത്തെത്തി കഴിയുമ്പോൾ നമുക്കിതെല്ലാം കൂടി ഇങ്ങനെ സീൽ ചെയ്തിട്ട് മുകളിൽ നിന്ന് നല്ലോണം സീൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴേക്കൊന്ന് പയ്യെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് സീലായിട്ട് ഇരിക്കും. അത് സീൽ ചെയ്തതിന് ശേഷം കമഴ്ത്തി വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പയ്യെ പരത്തി കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അധികം പ്രഷർ കൊടുക്കാതെ വേണം നമ്മളിനി ബാക്കി പരത്തിയെടുക്കാനായിട്ട്. ഫുള്ള് പരത്തിയതിന് ശേഷം മുകളിൽ നിന്ന് ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ അത് തട്ടിക്കളയാം നമുക്ക്. ഇതുപോലെ ബാക്കിയുള്ള പറാത്താസും നമുക്ക് പരത്തി റെഡിയാക്കി വെക്കാം. അതല്ല അപ്പപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പപ്പോൾ പരത്തി ചുട്ട് അതിൻ്റെ ഒപ്പം തന്നെ സൈമൾട്ടേനിയസ്ലി നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. തവ നല്ലോണം ചൂടായതിനു ശേഷം മാത്രം നമ്മൾ പറാത്ത അതിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് കുക്കായതിനു ശേഷം അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചട്ടുകം കൊണ്ട് പയ്യെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗവും നന്നായിട്ട് വേവാനായിട്ട്. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ല ടേസ്റ്റാണ്, ടേസ്റ്റ് കൂടും നമ്മുടെ പറാത്തയ്ക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. 2 സൈഡും ഇതുപോലെ ഈ കളറിലേക്ക് ഇങ്ങനെ മാറി വന്നതിന് ശേഷം നമ്മൾ പറാത്ത നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പം നമ്മുടെ പറാത്ത റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കി പറാത്താസും റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ബട്ടർ കൂട്ടി കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്കിത് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇത് ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എവർഗ്രീൻസ് അതിലൂടെ വീണ്ടും കാണാം.